എയർ ഇന്ത്യ എക്സ്പ്രസ് കുവൈത്തിലേക്കാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇന്ന് ലാസ്റ്റ് ഡേറ്റാണ്. എൻ്റെ 180 ദിവസമാണ് കുവൈത്തിലെ കാലാവധി. 180ാമത്തെ ദിവസം ഞാൻ ഇന്ന് പോകുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് മുൻപേ ഇറങ്ങിയില്ലെങ്കിൽ എൻ്റെ വിസ ഓൾറെഡി ഓട്ടോമാറ്റിക് കട്ടാവും. അപ്പോൾ ഇവർക്ക് യാതൊരു സൊല്യൂഷനും ഇല്ല എന്നാണ് പറഞ്ഞത്. വേറൊരു ഫ്ലൈറ്റ് തരുമോ അല്ലെങ്കിൽ വേറെ ടിക്കറ്റ് ഏർപ്പാടി തരുമോ, ഒരു ഇതുമില്ല. റീഫണ്ട് തരാം അല്ലെങ്കിൽ ഡേറ്റ് ചേഞ്ച് ആയി തരാം എന്ന് മാത്രമേ ഇവർ പറയുന്നുള്ളൂ. ജോലിയെ ബാധിക്കുന്നുണ്ട്. ജോലിയെ ബാധിക്കാൻ വെച്ചാൽ ഈ വിസ എനിക്ക് കുവൈത്തിലേക്ക് പോകാനുള്ള ചാൻസ് നഷ്ടപ്പെടുക, എൻ്റെ ജോലിയെ വായിച്ച് എൻ്റെ കുടുംബം പട്ടിണിയിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക, എൻ്റെ ജീവിതമാർഗമായ വിസ ഇല്ലാണ്ടായി പോകുക, ക്യാൻസലായി പോവുക. എനിക്ക് കുവൈത്തിലേക്ക് ഇനി പോകാനാകില്ല. ഓൾറെഡി ഓട്ടോമാറ്റിക് ഇങ്ങനെ ക്യാൻസൽ ആകുന്നുണ്ട്. എനിക്ക് പുതിയ വിസ ഇഷ്യൂ ചെയ്യാനും പെട്ടെന്ന് കഴിയില്ല. 2 വർഷത്തിന് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പുതിയ വിസ വരെ ഇഷ്യൂ ചെയ്യാനാവും. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. യാത്രക്കാരുടെ അവർക്ക് അവിടെ എത്തി അവരുടെ ജോലിയെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഏത് ഫ്ലൈറ്റ്? എനിക്ക് ദുബായ് ഫ്ലൈറ്റ് ആയിരുന്നു, എയർ ഇന്ത്യൻ്റെ. രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് വന്നതാണ്. എൻ്റെ സിസ്റ്റർ അലീനാണ് വന്നത്. എൻ്റെ ഉപ്പ മരിച്ചിട്ട് വന്നതാണ്. ഞാനാണ് എൻ്റെ ഉപ്പ മരിച്ച്. ആ ചടങ്ങ് 2 ദിവസത്തേക്ക് വന്നതാണ്. കുട്ടികളെ എടുത്തിട്ടില്ല. കുട്ടികളെ അവിടെ വെച്ച് വന്ന് റിട്ടേൺ അടക്കം അവിടെ നിന്ന് കൺഫേം ചെയ്ത് വന്നതാണ്. എന്നാൽ അവർക്ക് ഈ സമരമൊക്കെ പ്രഖ്യാപിക്കുന്നപ്പോൾ ഇന്നലെ ഒരു ദിവസം ഞങ്ങൾക്കൊരു മെയിൽ അയക്കുക എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെ 4 മണിക്ക് വരേണ്ട കാര്യമില്ല. ഇവരിവിടെ കൗണ്ടറിൽ വന്നപ്പോൾ 2 പേര് ചിരിച്ചിരിക്കുക, നമുക്ക് മറുപടി തരുന്നില്ല. എപ്പോൾ എന്താണ് അവർക്ക് കറക്റ്റ് ഒരു അറിവില്ല എന്നാണ് പറഞ്ഞത്. സമരം പ്രശ്നം പെട്ടെന്ന് വന്നതാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ടിക്കറ്റ് ക്യാഷ് വേണം റീഫണ്ട് ചെയ്യാൻ. പക്ഷെ അടുത്ത ടിക്കറ്റ് നോക്കുമ്പോൾ ഇന്ന് രാവിലെ സ്പൈജറ്റിനൊക്കെ അന്വേഷിച്ചപ്പോൾ 34 ഉള്ളത് 45-50 വരെ ടിക്കറ്റ് ഫെയർ കൂട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് അത്ര സാധാരണക്കാരൻ അങ്ങനെ അത്രയും പൈസ കൊടുത്തിട്ട് പോകാൻ പറ്റുമോ? ഇവിടെ എത്ര ആൾക്കാർ വണ്ടിയിലും വിളിച്ചു പോകുന്നത്, അവർക്കെല്ലാം പൈസ നഷ്ടമല്ലേ? ഇവർ പറയുമ്പോൾ നിങ്ങൾ വൈകുന്നേരം വന്നോ നാളെ വേറെ ഫ്ലൈറ്റിന് പോകുമെന്ന് പറഞ്ഞാൽ നാട്ടിൽ പോയിട്ട് വീണ്ടും വരാനോ അല്ലെങ്കിൽ ഇവിടെ ഹോട്ടൽ എടുത്ത് നിൽക്കാനോ അവരെന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ സെറ്റിൽമെന്റ് ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. അവർ വളരെ എന്താ പറയാ, എവിടെയും നടക്കാത്തൊരു അലംഭാവമാണ് ഇവിടെ എയർ ഇന്ത്യ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇത്രയും അറിയപ്പെടുന്ന ഒരു രാജ്യത്തിനെ അപമാനിക്കുന്ന പരിപാടിയെ വെച്ചത്. തീരുമാനം പറഞ്ഞു ഇല്ല, 12-ാം തീയതി മാറ്റി കിട്ടിയേക്കണ്. ഞാൻ മംഗലാപുരത്ത് നിന്ന് പറഞ്ഞതാ. ഞാൻ ഇന്നലെ രാത്രി തൊട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല. ഇന്നിപ്പോ ഇവിടെ വന്നിട്ട് നോക്കുമ്പോ 2:48 അങ്ക് മെസ്സേജ് വന്നേക്കണേ. ഇപ്പൊ രാവിലെ ഇവിടെ വന്നിട്ട് നമ്മളേക്ക് ഇങ്ങനെയാ ഇവന്മാർ ഡേറ്റ് 12-ാം തീയതി മാറ്റിയിട്ട്. ഞാനിപ്പോ ആടെ പോയിട്ട് അവൻ പുള്ളിക്ക് കാൾ വിളിച്ചോ, പുള്ളി പറയുന്നുണ്ട് നീ പറഞ്ഞത് ക്യാൻസൽ ചെയ്തു എന്ന് പറയും. ഞാൻ എന്ത് ചെയ്യണം? ഇപ്പൊ ജോലിയില്ല, ഇതില്ലാതെ അവളായിരിക്കും കുടുങ്ങിയ അവളായിരിക്കും. ഈ രീതിയിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് നേരിടുന്നത്. ടാക്സി വിളിച്ചൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയ ആളുകൾക്ക് അത് വലിയ ബുദ്ധിമുട്ട് അവർക്കും നേരിടുന്നുണ്ട്. ചേട്ടാ എങ്ങോട്ടായിരുന്നു? ഞാൻ കാലിക്കറ്റ് ടു റാസൽ ഖൈമയാണ് പോകുന്നത്. റാസൽ ഖൈമ പോകേണ്ട ആളാണ്. ഇന്ന് എനിക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങേണ്ട ദിവസമാണ്. ഇന്ന് നാളെ കാലത്ത് ഇറങ്ങേണ്ടതാണ്. ഇന്ന് പോയത്. അപ്പോൾ അത് നമ്മളെ കാര്യങ്ങളൊക്കെ ആകെ ഇതായി. അപ്പോൾ ഒന്നും നടന്നില്ല. ഇനിയിപ്പോൾ വീണ്ടും വീട്ടിൽ തന്നെ തിരിച്ചു പോകണം. ടാക്സി ഫെയർ ചോദിച്ചപ്പോൾ അതില്ല. വീട്ടുകാരാണ് കൊടുന്നോക്കാൻ വന്നത്. നമ്മളെ സ്വന്തം അവർ തിരിച്ചു പോയി. ഇനി അവരങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം, വരാൻ പറയണം. അവരോട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ബ്ലോക്കല്ലേ. അപ്പോൾ അവരെ ഇറക്കി വിട്ടിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. അവർ പോയി, അവർ തിരിച്ചു പോയി. ഇനി അവരെ വീണ്ടും തിരിച്ചു വിളിക്കണം, അതും ചിലവാണ്. മൊത്തത്തിൽ പ്രവാസികൾക്ക് എവിടെയും എന്നും എപ്പോഴും പ്രവാസികൾക്ക് വളരെ മോശപ്പെട്ട കാലമാണ്. ഏത് ദിവസത്തെ ഇനിയിപ്പോൾ റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് 10-ാം തീയതിയാണ്. അത് ഞാൻ പറഞ്ഞത് കൺഫേം ആണോ വെച്ചു. അത് കൺഫേം അല്ല. അത് സമരം തീർന്നാൽ നിങ്ങൾക്ക് 10-ാം തീയതി പോകാം, മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ദിവസത്തേക്ക് പിന്നെയും മാറ്റിത്തരുന്നവർ. സമരം തീരുന്ന അവർക്കും ആർക്കും ഉറപ്പില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആ രീതിയിൽ നിരവധി ആളുകൾ പല പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ഏതായാലും ഇപ്പോൾ എയർ ഇന്ത്യ കൈക്കൊണ്ട തീരുമാനം നടപ്പിലാക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സഞ്ജു പറ്റമല്ലപ്പം, സലാം മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്.